ഈ എൻ്റെ ന്യൂഡൽഹി റിലീസ് ചെയ്യണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ അതിൻ്റെ നെഗറ്റീവ് പരിശോധിച്ചപ്പം അത് ഡാമേജ് ആയിപ്പോയി. അവിടെ ജെമിനിയർക്കാർക്ക് ചെറിയൊരു ഫിനാൻഷ്യൽ സെറ്റപ്പ് ബാക്ക് ഉണ്ടാകുമ്പോൾ ബാങ്ക് അത് ജപ്തി ചെയ്തു. ഈ നെഗറ്റീവൊക്കെ നമ്മൾ AC റൂമിലാണ് സൂക്ഷിക്കുന്നത്. അപ്പോൾ അവർ ബാങ്കുകാരെ അടച്ചു പൂട്ടിയാൽ കൊണ്ടുപോയപ്പോഴത്തേക്കിന് ഇത് അവിടെ ഇരുന്ന് മെൽറ്റായിപ്പോയി. ഈ സിനിമ ഇൻഡസ്ട്രി ആയിട്ട് ഇപ്പോൾ പ്രഖ്യാപിച്ചതിൽ അങ്ങേയറ്റം നമ്മൾ സന്തോഷമുണ്ട്. കാരണം ഇതൊരു ലാസ്റ്റ് 30 വർഷമായിട്ട് നമ്മൾ സിനിമ ഇൻഡസ്ട്രിയിലെ നിവേദനങ്ങൾ കൊടുത്ത് ശ്രമിച്ചുകൊണ്ടിരുന്ന ആയിരുന്നു. ഞാൻ ഫിലിം പ്രൊഡ്യൂസേഴ്സും ഡിസ്ട്രിബ്യൂട്ടേഴ്സും പ്രസിഡൻ്റ് ആക്കിയ സമയത്ത് അന്ന് AK ആൻ്റണി ഗവൺമെൻറ്റിലും നയനാർ ഗവൺമെൻറ്റിലും ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിലും ഒക്കെ നമ്മൾ ഇതിൻ്റെ നിവേദനങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ചെയ്യാമെന്ന് പറഞ്ഞിരുന്നെങ്കിലും പല കാരണങ്ങളാൽ അത് നടന്നില്ല. അതായത് ഇപ്പോഴും VD സതീശൻ ഗവൺമെൻറ് നടപ്പാക്കിയത് മുഖ്യമന്ത്രിക്ക് അങ്ങേയറ്റം അഭിനന്ദനം അറിയിക്കുന്നു. ഇൻഡസ്ട്രിയുടെ താങ്ക്സ് നന്ദി അറിയിക്കുകയും ചെയ്യും. പിന്നെ സെൻട്രൽ ഗവൺമെൻറ് ഇത് ഇൻഡസ്ട്രി ആയിട്ട് പ്രഖ്യാപിച്ചു. പക്ഷേ ഹിന്ദി പ്രൊഡ്യൂസേഴ്സ് വേണ്ടാന്ന് പറഞ്ഞത് അവർ നടപ്പാക്കിയില്ല. ഇൻഡസ്ട്രി ആകുമ്പോഴത്തേക്കിന് അതിന് ഗുണമുണ്ട് ദോഷമുണ്ട്. കാരണം ഗുണമെന്ന് പറഞ്ഞാൽ സാധാരണക്കാരായ പ്രൊഡ്യൂസേഴ്സിന് ബാങ്കിൽ നിന്നൊക്കെ ലോൺ എടുക്കാം, കൊളാക്സ് സെക്യൂരിറ്റി ഉണ്ടെങ്കിൽ അത് വെച്ചെടുക്കാം. ഇപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ പ്രൊഡ്യൂസേഴ്സ് എല്ലാം തന്നെ മദ്രാസ് മാർക്കറ്റിൽ നിന്ന് മാർവാടികളുടെ പലിശ എടുത്താണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഭീമമായ തുക പോകുന്നു, കിട്ടുന്ന സിംഹഭാഗവും ഇവർ കൊണ്ടുപോവുക ചെയ്യുന്നത്. അപ്പോൾ അതിനൊക്കെ ഒരു അറുതി വരും. പിന്നെ ഇൻഡസ്ട്രി ആകുമ്പോഴത്തേക്കിന് ഈ ഇൻഡസ്ട്രിയൽ ലെവലിലുള്ള വളരെയധികം ഗവൺമെൻറ് സപ്പോർട്ടുള്ള കിട്ടുമായിരിക്കും. പക്ഷേ ദോഷവശം എന്ന് പറഞ്ഞാൽ അത് ഒരു നിർമ്മാതാവിനെ സംബന്ധിച്ചൊരു നിർമ്മാതാവ് കണ്ടിന്യൂസ് പ്രോസസ് അല്ലല്ലോ. ഒരു ഇൻഡസ്ട്രി പോലെ നമ്മൾ അല്ലെങ്കിൽ മറ്റ് സ്ഥാപനങ്ങൾ പോലെ ചെയ്യുന്നതല്ല. ഒരു നിർമ്മാതാവ് വരുന്നു, ഒരു 3 മാസം അല്ലെങ്കിൽ 4 മാസം കഴിഞ്ഞ് നിർമ്മാണം കഴിഞ്ഞ് പുള്ളി പോകുന്നു. പിന്നെ ഒരു വർഷമോ 2 വർഷമായിരിക്കും പുള്ളി വരുന്നത്. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്കും ഈ ലേബർ ആക്ടൊക്കെ കുറച്ചൊക്കെ ദോഷം ചെയ്യുന്നതാണ് എൻ്റെ പ്രശ്നം. എനിക്കത് വ്യക്തമായിട്ട് പറയാൻ പറ്റില്ല, അത് പഠിച്ചിട്ട് പറയാൻ പറ്റുള്ളൂ. അപ്പം കണ്ടിന്യൂസ് പ്രോസസ് അല്ലാത്തതുകൊണ്ട് അതിനൊക്കെ ഒരു വ്യക്തമായ ഒരു തീരുമാനം ഉണ്ടെങ്കിൽ മാത്രമേ ഇത് ഗുണകരമാകുള്ളൂ. മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് നോർത്ത് ഇന്ത്യയിൽ നിന്നൊക്കെ വരുന്നത് നമുക്ക് നല്ലതാണ്, കാരണം ഒരുപാട് പേർക്ക് തൊഴിൽ കിട്ടുമല്ലോ. പക്ഷെ അതോടൊപ്പം തന്നെ എൻ്റെ പ്രൊഡക്ഷൻ കോസ്റ്റും കാര്യങ്ങളും കൂടും. പിന്നെ ആർട്ടിസ്റ്റുകളൊക്കെ കിട്ടാനായിട്ട് ബുദ്ധിമുട്ട്. അപ്പോൾ സാധാരണ പ്രൊഡ്യൂസേഴ്സിനെ സംബന്ധിച്ച് ഈ കൊമേഴ്ഷ്യൽ പടങ്ങൾ, അതായത് കൊമേഴ്ഷ്യൽ ആർട്ടിസ്റ്റുകളെ വെച്ച് എടുക്കുന്നത് കുറയും. പക്ഷെ എന്നാലും സിനിമയുടെ മോഹമായിട്ട് നടക്കുന്നവർക്ക് ചെറിയ ചെറിയ പടങ്ങളൊക്കെ എടുക്കാനായിട്ടുള്ള ബുദ്ധിമുട്ട് വരത്തില്ല. കൊച്ചി ഫിലിം സിറ്റി ആക്കുന്നതിൽ പണ്ട് വളരെ കാലം മുമ്പുള്ള നമ്മുടെ ആഗ്രഹമാണ്. നവോദയ അപ്പച്ചൻ അതിന് ശ്രമിച്ചതാണ്, നവോദയ സ്റ്റുഡിയോയ്ക്ക് വെച്ചിട്ട്. പിന്നീട് അന്നേരം ട്രിവാൻഡ്രത്തേക്ക് സിനിമ ഈ ചിത്രാഞ്ജലി സ്റ്റുഡിയോയ്ക്ക് വെച്ചപ്പോഴത്തേക്കും സ്പ്ലിറ്റായി പോവുക ചെയ്തത്. പിന്നെ ഇവിടെ വരുമ്പോഴത്തേക്കിന് അതിൻ്റെതായിട്ടുള്ള അന്യഭാഷാ ചിത്രങ്ങൾ വരാനും ഇവിടുത്തെ ആലപ്പുഴ അല്ലെങ്കിൽ കൊച്ചി കായൽ പോലെയുള്ള മൂന്നാർ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ കൂടുതൽ ഷൂട്ടിംഗ് ചെയ്യാനായിട്ട് ഈ മറ്റ് ചിത്രങ്ങൾക്ക്, അതായത് ഇന്ത്യക്ക് സ്റ്റേറ്റിന് വെളിയിലുള്ള ഹിന്ദി, തെലുങ്ക്, തമിഴ് ചിത്രങ്ങൾക്കൊക്കെ ധാരാളം ഇങ്ങോട്ട് വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോൾ അതൊരു നല്ല കാര്യമാണ്. ഏറ്റവും ബെസ്റ്റ് പറയുകയാണെങ്കിൽ കേരളത്തിൻ്റെ സെൻട്രൽ പ്ലേസ് കൊച്ചിയല്ലേ. അവിടെ നടത്തുന്ന എല്ലാവർക്കും വരാനും പോകാനും ഒക്കെ ഉള്ള സൗകര്യം. ട്രിവാൻഡ്രം അങ്ങേയറ്റത്താണ്. അപ്പം കൊച്ചിയിലേക്ക് വരികയാണെങ്കിൽ അത് ഏറ്റവും നന്നായിരിക്കും. കുറച്ചും കൂടി ആൾക്കാരുടെ പാർട്ടിസിപ്പേഷൻ ഉണ്ടാവും. ഇപ്പോൾ തന്നെ ട്രിവാൻഡ്രത്ത് ഫിലിം ഫെസ്റ്റിവൽ നടത്തിയിട്ട് വീണ്ടും ഞങ്ങൾ കോട്ടയത്ത് നടത്തുന്നുണ്ട്. എന്തുകൊണ്ടാണ്? കോട്ടയത്തുള്ള ആൾക്കാർക്ക് അവിടെ പോയി കാണാനുള്ള അസൗകര്യം കൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് കൊച്ചിയാകുമ്പോൾ കുറച്ചുകൂടെ എല്ലാവർക്കും വരാൻ പിന്നെ പങ്കെടുക്കാനും ഒക്കെ സാധിക്കും. പിന്നെ അതൊരു ഇൻ്റർനാഷണൽ ലെവലിൽ കൂടുതൽ പ്രശസ്തി നേടുകയും ചെയ്യും. എൻ്റെ അഭിപ്രായത്തിൽ പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ വരുമ്പോൾ പുതിയ പുതിയ തിയേറ്ററുകളും പുതിയ താമസ സൗകര്യങ്ങളും ഇപ്പോൾ കൊച്ചിയിൽ സംബന്ധിച്ച് പറഞ്ഞാൽ ഹോട്ടലുകളൊക്കെ ധാരാളം ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് അതൊരു പ്രശ്നമാകത്തില്ല. അതുകൊണ്ട് പിന്നെ ഇങ്ങനെ വരുമ്പോഴത്തേക്കിന് പുതിയ പിന്നെ ബഡ്ജറ്റ് ഹോട്ടലുകളൊക്കെ വരും. എന്തായാലും അതൊരു കൂടുതൽ പ്രയോജനം. കൊച്ചി എന്ന് പറഞ്ഞാൽ ഒരുപാട് വികസന സാധ്യതയുള്ള ഒരു സിറ്റിയാണല്ലോ. ഇന്ത്യയിലെ തന്നെ നമ്പർ 1 സിറ്റിയായിട്ട് വരാൻ സാധ്യത, പ്രകൃതി ഭംഗി കൊണ്ടും എല്ലാം കൊണ്ടും വളരെ മനോഹരമായ ഒരു സിറ്റിയാണ്. അപ്പോൾ അത് കൂടുതൽ പ്രയോജനം പിന്നെ കൊച്ചിക്ക് ലഭിക്കും. അനശ്വര എന്ന ആദ്യത്തെ നമ്മുടെ രാജമഹൽ തിയേറ്ററായിരുന്നു. അതൊരു എല്ലാവരുടെയും തന്നെ ഒരു നോസ്റ്റാളജി ഉള്ളൊരു
പിന്നെ തിയേറ്ററായിരുന്നു. ഞാനൊക്കെ അതിനു മുമ്പിൽ നിന്നാണ് സിനിമയിലേക്ക് വരാനുള്ള ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവിടുത്തെ പാട്ടുകൾ കേട്ടും അവിടുത്തെ സിനിമകൾ കണ്ടുമൊക്കെയാണ്. അപ്പോൾ അതൊരു സെൻറ്ററായിരുന്നു. പക്ഷേ ഇനിയിപ്പം സെൻറ്റർ വരുമ്പോഴത്തേക്കിന് ഇനി ആലോചിക്കേണ്ടിയിരിക്കുന്നു. ഞാൻ എൻ്റെ കാലത്ത് സിനിമ പഠിക്കുന്ന സമയത്ത് ഇതുപോലെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ തന്നെ നേരിട്ടിറങ്ങി ഇത് പിടിക്കുകയായിരുന്നു. പിടിച്ചിട്ട് ഓരോ സ്ഥലങ്ങളിലും കേസ് ഫയൽ ചെയ്യായിരുന്നു. ഒരു 10-32 കേസ് എനിക്കുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ എല്ലാം തന്നെ ഈ കേസുകൾ വരുമ്പോൾ ഞാൻ പോകണമായിരുന്നു. അപ്പോൾ അന്ന് ഞാനിങ്ങനെ ജൂബിലിയുടെ പടങ്ങൾക്ക് ഇങ്ങനെ റൈഡുണ്ട് പിടിക്കുന്നതൊക്കെ വന്നുകൊണ്ട് കുറേ നമ്മുടെ ചിത്രങ്ങളുടെ വീഡിയോ വളരെ കുറവായിരുന്നു അതിക്കൊണ്ട്. ഇപ്പം ഗവൺമെൻറ് അത് ഏറ്റെടുത്ത് നടക്കുമ്പോഴത്തേക്കും വളരെ നല്ല കാര്യമാണ്. അതിനൊരു വലിയൊരു എഫക്റ്റ് ഉണ്ടാവുകയും ചെയ്യും. ഈ എൻ്റെ ന്യൂഡൽഹി റിലീസ് ചെയ്യണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ അതിൻ്റെ നെഗറ്റീവ് പരിശോധിച്ചപ്പം അത് ഡാമേജ് ആയിപ്പോയി. കാരണം വെച്ചാൽ ജെമിനി കളർ ലാബിലാണ് അത് ഇരുന്നത്. അപ്പം അവിടെ ജെമിനിക്കാർക്ക് ചെറിയൊരു ഫിനാൻഷ്യൽ സെറ്റപ്പ് ബാക്ക് ഉണ്ടാകുമ്പം ബാങ്ക് അത് ജപ്തി ചെയ്ത് ഇത് ഈ നെഗറ്റീവൊക്കെ നമ്മൾ AC റൂമിലാണ് സൂക്ഷിക്കുന്നത്. അപ്പോൾ അവർ ബാങ്കുകാർ അടച്ച് പൂട്ടിയാൽ കൊണ്ടുപോയപ്പോഴത്തേക്കിന് ഇത് അവിടെ ഇരുന്ന് മെൽറ്റായിപ്പോയി. അത് കാരണം എനിക്കത് രണ്ടാമത് എടുക്കാൻ പറ്റാത്ത അവസ്ഥ വലിയ നഷ്ടമാണ് എനിക്ക്. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഈ റിലീസ് ആദ്യം വരേണ്ടത് ന്യൂഡൽഹി ആയിരുന്നു.